സൈബർ ലൈഫ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കുകാർ കണ്ടുപിടിച്ച അബാക്കസ് എന്ന കണക്കുകൂട്ടൽ യന്ത്രത്തോടെയാണല്ലോ കമ്പ്യൂട്ടറിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. ആധുനിക യുഗത്തിലെ സാക്ഷരതയെന്നാൽ കമ്പ്യൂട്ടർ സാക്ഷരതയാണെന്നും ദൈനംദിന ജീവിതത്തിലെ സമസ്ത മേഖലകളും മോഡേൺ ടെക്നോളജി കീഴടക്കിയെന്നും ഉള്ള അധ്യാപകന്റെ വാക്കുകൾ എല്ലാവരിലും ഉത്സാഹം കൂട്ടി. ആധുനിക മനുഷ്യന്റെ ജീവിതശൈലിയിലും ചിന്താമണ്ഡലത്തിലും ഡിജിറ്റൽ ടെക്നോളജി ചെലുത്തിയ സ്വാധീനം അപാരമാണ്. അധ്യാപകന്റെ മുഖം ആവേശം കൊണ്ട് ചുവന്നു തുടുത്തു. ഞാൻ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ നോക്കി. ജനജീവിതത്തെ ഇത്രമേൽ സ്വാധീനിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിജ്ഞാനമില്ലാതെ ആധുനിക യുഗത്തിൽ ജീവിക്കാൻ സാധ്യമല്ലെന്ന മുഖഭാവമാണ് എല്ലാവരുടെയും മുഖത്തു നിന്നും വായിച്ചെടുക്കുവാൻ സാധിച്ചത്. എൻ്റെ അടിവയറ്റിൽ രാവിലെ കഴിച്ച പഴങ്കഞ്ഞിയുടെയും പുഴുക്കിൻ്റെയും ഏമ്പക്കം വിറങ്ങലിച്ചു. കത്തിവേഷവും താടിവേഷവും കെട്ടി അമ്പലങ്ങളുടെ ജീവിതാത്മാവായിരുന്ന അച്ഛൻ്റെ തളർന്ന ശരീരം ഹൃദയധമനികളിൽ കണ്ണുനീർ വീഴ്ത്തി. അധ്യാപകൻ ക്ലാസ് തുടർന്നു. മനുഷ്യൻ്റെ പ്രയത്നത്തെ ലഘൂകരിക്കാനും അവൻ്റെ ബുദ്ധിയില്ലായ്മയെ മറികടന്ന് ഉത്തേജിപ്പിക്കാനും നമ്മുടെ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഡിജിറ്റൽ ടെക്നോളജിക്ക് കഴിയും. ബിസിനസ് പങ്കാളിയെ കണ്ടെത്താം, സ്റ്റോക്ക് ബ്രോക്കിംഗ് നടത്താം, ആകാശത്ത് ജീവിക്കാം, അമേരിക്കൻ പ്രസിഡന്റുമായി ചാറ്റിംഗ് നടത്താം, ശരീരവും മനസ്സും മുഷിയുമ്പോൾ കമ്പ്യൂട്ടറിനോടൊപ്പം കളിക്കാം, അണ്വായുധ നിർമ്മാണത്തിന് വരെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാം. വാർത്താവിനിമയ രംഗത്ത് മോഡേൺ ടെക്നോളജി ഇന്ന് വൻ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. സിദ്ധാന്തം മാത്രമല്ല, പ്രയോഗവും നമുക്ക് ആവശ്യമാണ്. എല്ലാവരും ഒരു മാസത്തെ കമ്പ്യൂട്ടർ ഫീസ് 2500 രൂപ നാളെ കൊണ്ടുവരണം. ഓക്കെ, ഇനി നമുക്ക് ഇന്റർനെറ്റിൽ കയറാം. പാദരക്ഷകൾ പുറത്തഴിച്ചു വെച്ച് എല്ലാവരും അധ്യാപകന്റെ വാലുപോലെ ശീതീകരിച്ച ഇൻഫ്ലിബ്നെറ്റ് റൂമിൽ കയറി ലോകത്തെ പ്രസിദ്ധമായ ദിനപത്രങ്ങൾ ക്ലിക്ക് ചെയ്തു. ജീവൻ നഷ്ടപ്പെട്ട വാർത്തകൾ. അവസാനം ഷേക്സ്പിയർ ബുക്ക് ഷെൽഫറിലെ ട്രാജഡികൾ ക്ലിക്ക് ചെയ്തു. ഇയാഗോ അസൂയയുടെ വിഷം ചീറ്റി തുറിച്ചു ചാടി. ഞാൻ വിലപിടിപ്പുള്ള ഇരിപ്പിടത്തിൽ നിന്നും തെറിച്ചു വീണു. അധ്യാപകനും മറ്റു കുട്ടികളും കണ്ടിട്ടില്ലെന്നുറപ്പു വന്നപ്പോൾ പൂർവ്വസ്ഥിതി പ്രാപിച്ചു. മൗസ് ചലിച്ചു. തെരുവിലൂടെ ഒരു ഭ്രാന്തനെപ്പോലെ അലഞ്ഞു തിരിയുന്ന ലിയർ രാജാവ് സിരകളിൽ ദുഃഖാഗ്നി പടർത്തി. കലാമണ്ഡലത്തിൽ ഇഴഞ്ഞ കാലുകളുമായി ചെന്ന് പെൻഷനു വേണ്ടി അപേക്ഷ നൽകി നിസ്സഹായനായി മടങ്ങുന്ന അച്ഛനിലൂടെ ലിയർ രാജാവിനെ വായിച്ചെടുത്തു. കണ്ണുനീരിൽ കുതിർന്ന തൂവാലകൾ മറ്റാരും കണ്ടില്ല. തെളിഞ്ഞ കണ്ണീർ സ്ക്രീനിൽ ചുവന്ന മഷിയാവുകയും മഷി തലച്ചോറിനുള്ളിൽ വിഷാദ കവിതയിലെ വരികളായി കട്ട പിടിക്കുകയും ചെയ്തു. മറ്റു കുട്ടികളെ നോക്കി. ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും സ്വർഗത്തിലേക്ക് ഇമെയിൽ അയക്കുന്ന തിരക്കിലായിരുന്നു. കൂട്ടച്ചിരികൾക്കുള്ളിൽ എൻ്റെ മൗനം പത്തി താഴ്ത്തി. ഞാൻ മാത്രം കരഞ്ഞു. ലിയർ രാജാവ് കൊടുങ്കാറ്റിൻ്റെയും കനത്ത മഴയുടെയും ഉള്ളിൽ അപ്രത്യക്ഷനായി. ഐക്കൺ ഉത്തേജിപ്പിച്ച് ഡിസ്കണക്ട് ബട്ടൺ അമർത്തി കണ്ണിൽ ഇരുട്ട് കയറി. കാഴ്ച പകുതിയോളം നഷ്ടപ്പെട്ടു. കാലുകൾ നീരു വന്ന് വീർത്തു. ഇമെയിൽ, ഹോട്ട്മെയിൽ, വേൾഡ് വൈഡ് വെബ്, ഇൻ്റർനെറ്റ് റിലേ ചാറ്റ്, ടെൽനെറ്റ്, പുഷ് ടെക്നോളജി, ഇ കൊമേഴ്സ്, ചാറ്റ് GPT, ക്ലോഡ്, ഗ്രൂക്ക്. അധ്യാപകൻ ക്ലാസുകൾ നിർബാധം തുടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ ക്ലാസ്സിൽ തളർന്നവശനായിക്കൊണ്ടേയിരുന്നു. ക്ലാസ് വിട്ട് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങി. അയൽവാസിയും സഹപാഠിയുമായ അരുണിൻ്റെ തോളിൽ കൈ ചേർത്തു. എൻ്റെ ചുവന്ന കണ്ണുകൾ അവൻ കണ്ടില്ല. അവൻ ഡിജിറ്റൽ ലഹരിയിലായിരുന്നു. ഇന്നലെ അവനും മറ്റൊരു സുഹൃത്തും ഇൻ്റർനെറ്റ് കഫേയിൽ കയറി. കുത്തഴിഞ്ഞ ലൈംഗിക ദൃശ്യങ്ങളും മോഷണം, അക്രമം, പിടിച്ചുപറി, MDMA കുറ്റകൃത്യങ്ങൾ പഠിപ്പിക്കുന്ന ക്രൈം ചാർട്ടുകളും ആവേശത്തോടെ കണ്ടതും അവർ സംതൃപ്തിയോടെ വിവരിച്ചു. ഞാൻ എൻ്റെ പാദങ്ങളിലെ നഖങ്ങൾ മാത്രമേ അപ്പോൾ കണ്ടുള്ളൂ. ഉന്നത മൂല്യങ്ങളും മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് ഹേതുവെന്ന് പറഞ്ഞ കലയും സാഹിത്യവും സൈബർ ക്രൈമിലും ലൈംഗിക ആഭാസങ്ങളിലും ഒലിച്ചു പോകുന്ന കാഴ്ച എൻ്റെ മനസ്സിനുള്ളിൽ അസ്വസ്ഥത പടർത്തി. എനിക്കെൻ്റെ ജീവൻ്റെ കലാരൂപങ്ങൾ എവിടെയോ നഷ്ടപ്പെട്ടു. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി
തൻ്റെ കുടുംബം വെന്തു നീറുന്നതും ജീവിതത്തിൻ്റെ അഗ്നിപഥങ്ങളിൽ കൂടിയുള്ള അച്ഛൻ്റെ വേദനിക്കുന്ന സഞ്ചാരവും പ്രതാപിയായ അച്ഛൻ്റെ പച്ച മിനുക്ക് വട്ടമുടി വേഷങ്ങളും മനസ്സിൻ്റെ ചെങ്കുത്തായി ഒഴുകുന്ന പ്രവാഹത്തിൽ ശ്വാസം മുട്ടി കറുത്തുനിന്നു. കത്തിവേഷം പ്രളയമായി തുള്ളി. അധ്യാപകനും മറ്റു കുട്ടികളും കാണാതെ ഞാൻ ഭാരതപ്പുഴയുടെ തീരത്തേക്കോടി. പൂക്കൾ നിറഞ്ഞ കടമ്പൂ മരത്തിൻ്റെ ചുവട്ടിലിരുന്നു കരഞ്ഞു. മാമ്പള്ളി ഇല്ലത്തെ അടിച്ചുതളിക്കാരിയായ അമ്മയുടെ ദുഃഖവും തെളിനീർ പോലുള്ള കലാകാരനായ അച്ഛൻ്റെ നിസ്സഹായതയും ജനലഴികളിൽ സ്വപ്നങ്ങൾ ഉണങ്ങാനിട്ട സഹോദരിമാരുടെ നിശ്വാസവും സ്വയം ആവാഹിച്ചെടുത്ത് അറിയാതെ നിലവിളിച്ചു. ദൈവമേ, ഏതാണ് എൻ്റെ ഭൂമി? പുഴ ഗൗരവം നടിച്ചു നടന്നു. മൗനമൊതുക്കി കുനിഞ്ഞു. അടുത്ത ദിവസം കരൾ ചുവന്നു വിതുമ്പി. കമ്പ്യൂട്ടർ ഫീസ് 2500 രൂപ. കോബോൾ, കോബ്ര, ഡ്രാം, ENIAC, HTML, വൈറസ്, സൈബർ ക്രൈം. ആൾക്കൂട്ടത്തിനിടയിൽ സ്വയം സൃഷ്ടിച്ച ഈ ദ്വീപിലെ ഏകാന്തവാസം എനിക്ക് മടുത്തു. വിഷാദരോഗം, ഗേ സെക്സ്, ലെസ്ബിയൻ, സ്റ്റെറിലിറ്റി, അതിർത്തികൾ നഷ്ടപ്പെടുന്ന ശരീരഭാഷ. ദൈവമേ, ഈ ഭൂമിയിലെ ഏത് ഗുഹാപാളികൾക്കുള്ളിലൂടെയായിരുന്നു എൻ്റെ ജന്മം? കൈകൾ നെറ്റിയിൽ ആഞ്ഞു പതിഞ്ഞു. ഗ്രഹങ്ങൾ കൂട്ടിമുട്ടിയോ? നക്ഷത്രങ്ങൾ പിഴച്ചുവോ? ഇരുളിൻ്റെ കരിമ്പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും എന്തിനീ കന്മതമൊഴുകി? കരുവാളിച്ച കലാജീവിതത്തിൻ്റെ ദേശാടനം തുടങ്ങിയോ? മൗസ് വീണ്ടും ചലിച്ചു. സ്ക്രീനിൽ സ്വപ്നങ്ങൾ കൊടുങ്കാറ്റായി നാശം വിതച്ചു. പർവ്വതങ്ങൾ മോഹങ്ങൾ പോലെ ചിതറിത്തെറിച്ചു. കഥകളി സംഗീതവും പോപ്പ് സംഗീതവും ഇടകലർന്ന് മോർഫിംഗ് വിഭ്രമം സൃഷ്ടിച്ചു. തിരമാലകളുടെ താണ്ഡവത്തിൽപ്പെട്ട് ജീവിതത്തിൻ്റെ നങ്കൂരം തകർന്നു. പച്ച പിടിച്ച കാവുകൾ വെന്തു നീറി. ദൈവമേ, ഭൂമി കുലുക്കങ്ങൾക്കിടയിലെ കടാഹപാളികൾ. ദൈവമേ, ഭൂമികുലുക്കങ്ങൾക്കിടയിലെ കടാഹപാളികൾക്കിടയിൽ എന്തിനീ സൈബർ ലൈഫ്? ന്യൂസ് ഗ്രൂപ്പ്, റിലേ ചാറ്റ്, വെബ് പോർട്ടലുകൾ, വെബ് ബ്രൗസറുകൾ, ഫയർ ട്രാൻസ്ഫർ, പ്രോട്ടോകോൾ, ടെലി കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആകാശം വിയർത്തു. എനിക്ക് ശ്വാസം മുട്ടി. അച്ഛനും അമ്മയും സഹോദരിമാരും മോർഫിങ്ങിൽ നഷ്ടപ്പെട്ടു. തലവേദനയ്ക്കുള്ള എല്ലാ ബ്രാൻഡ് ഗുളികകളും തീർന്നു. മൈക്കൽ ജാക്സന് സംഭവിച്ചതുപോലെ കുടലുകൾ ഗുളികകളാൽ വീർത്തു. ഇടനെഞ്ച് പിടഞ്ഞു. കരയാൻ ഒരിറ്റ് കണ്ണീര് ബാക്കിയില്ല. എഴുതിയ കഥകൾ കണ്ണീര് വീണ് മാഞ്ഞുപോയി. മൗസ് പിന്നെ ചലിച്ചില്ല. ഞാൻ സ്വന്തം കാലുകൾക്കിടയിൽ ആത്മഹത്യ ചെയ്തു. പത്രങ്ങളിൽ വാർത്ത വന്നില്ല. സുഹൃത്തുക്കളെ, ഈ കഥ 25 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ നിങ്ങൾ ഓർക്കാവൂ. അന്ന് ഈ ജുറാസിക് പാർക്കിൻ്റെ സെമിത്തേരിയിൽ ഞാൻ ദീർഘനിദ്രയിലായിരിക്കും. ആരും എന്നെ ഉണർത്തരുത്. ഗുഡ് ബൈ.